ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ വയനാട് പോവുകയാണ്. ജീപ്പ് എടുത്ത് ചെറുതായിട്ടൊരു ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചിന്നു കുറേ ആയി വയനാട് പോകണം എന്ന് അറിയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന് എന്തായാലും വയനാട് പോകാൻ മാത്രമല്ല കുറച്ച് ചായയൊക്കെ എടുത്ത് ചായയും കുറച്ച് കടികളൊക്കെ എടുത്ത് നമ്മളിതാ പോവുകയാണ്. കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്, പാർക്കിംഗ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നടന്ന് കയറണം. അപ്പോൾ താന്ന് നമ്മൾ അതിലേ അല്ലേ പോയെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു ദിവസം പോയിനും അന്ന് വിചാരിച്ചാൽ അന്ന് എന്തായാലും ഒരു ദിവസം ചായയൊക്കെ എടുത്ത് വരണം. ഇതിൻ്റെ വ്യൂ പോയിൻ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ജീപ്പൊക്കെ അവിടെ പാർക്ക് ചെയ്തിനി പോകാൻ നോക്കുകയാണ്. നിങ്ങളിത് കാണണം ഗൈസ്. എന്താ അത് ജെല്ലിക്ക പിടിച്ച് അങ്ങനെ നമ്മളിത് നടന്ന് കയറണം. മലൻ്റെ മുകളിൽ അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുറേ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം പുഴുവിനൊന്നും കാണില്ല. അപ്പോൾ പേടിക്കാണ്ട് നടക്കുക. കുറേ ആൾക്കാർ നമ്മുടെ മുന്നിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. അതാ ഷാഫിക്ക് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കാൻ ഓരോന്ന് വേണ്ടിയിരുന്നു. അതുകൊണ്ടൊന്നും ഞാൻ അവൻ്റെ കൈമ പിടിക്കാൻ കൊടുക്കില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. ഞാനതാ നമ്മൾ കയറി വന്ന് ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉഷാറുണ്ട് കേട്ടോ. കുടും റയാനും അമാനും ഒക്കെ ഓടി കയറുന്നുണ്ട്. അങ്ങനെതാ നമ്മൾ ചായ കുടിക്കണം. ചായനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ല. മോസ ഉണ്ടാക്കിയ ചായ എന്തൊക്കെയോ ആ ചായയിൽ ഓളി ചേർത്തിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. അല്ലാണ്ട് ഇത്ര കടുപ്പുള്ള ചായ എനിക്ക് കുടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഫുള്ള് ഞങ്ങൾ കുടിച്ച് തീർത്തിട്ടുണ്ട്. അതെല്ലാവർക്കും ചായ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ഉന്നക്കായി, മൂസി സ്പെഷ്യൽ ഉന്നക്കായി. പിന്നെ ഞാൻ ഇന്നൊക്കെ ഉണ്ടാകും പോലെ ബ്രെഡ് വാട്ടി കാടമുട്ട സെറ്റാക്കുകയും ചെയ്തിട്ടുണ്ട്. ടീംസ് 4 ആളും ഭയങ്കര സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എല്ലായിടത്തും പോകുമ്പോൾ അടിയാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ഒത്തൊരുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. സംഭവം നമ്മൾ കൊണ്ടുവന്നൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ടൂത്ത് പിക്ക് ഇട്ടിട്ടിരുന്നു. നമ്മൾ കാടമുട്ട കുത്തി തിന്നാൻ. അങ്ങനെ ജലീൽ പ്രകൃതിയിൽ നിന്ന് ടൂത്ത് പിക്ക് എടുത്തുകൊണ്ട് തന്നു. ഇതൊരു കമ്പാണ് കൊണ്ടു തന്നത്. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കിയോണ്ടാണെന്നറിയില്ല, വെരി വെരി ടേസ്റ്റി ആയിരുന്നു. അത് പറയുകയാണ് ഞാൻ. അപ്പോൾ ഇതാ അടിപൊളിയാണ്. ചായ കടിയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു. അങ്ങനെ ഇതാ കുറേ നേരം നമ്മളവിടെ ഇരുന്ന് പിന്നെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി കുറച്ച് ഇരുട് ഉള്ള വഴിയാണ്, കുറച്ച് കാടൊക്കെ ആണ്. അപ്പോൾ കുറച്ച് നേരം രാത്രി ആകാൻ തുടങ്ങിയാൽ നമ്മളും വേഗം പോകാമെന്ന് പറഞ്ഞു. കാരണം പിന്നെ കുറച്ച് ടാസ്ക്കാണ് ഇറങ്ങൽ. അങ്ങനെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു അടിപൊളി റിസോർട്ടുണ്ട്. അപ്പം ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാം, ഡീറ്റെയിൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ ആ റിസോർട്ട് പോയി നോക്കലാണ്. സംഭവം അടിപൊളി റിസോർട്ടാണ് കേട്ടോ, രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ കാണലുണ്ടെങ്കിലും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ്. ടാറ്റാ ബൈ ബൈ.